السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് ബദവി തങ്ങൾ, മറ്റു പണ്ഡിതന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, ബഹുമാനമുള്ള കാരണവന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയാനും പഠിക്കാനും വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധു മിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, കടപ്പാടുള്ളവർ, നാമുമായി ബന്ധപ്പെട്ട, നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ, നമ്മെ സഹായിക്കുന്ന, നമ്മോട് സഹകരിക്കുന്ന, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അള്ളാഹു അകറ്റിത്തരുമാറാവട്ടെ. ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തീർത്ത് തന്ന് സന്തോഷവും റാഹത്തും ആഫിയത്തും ദീർഘ ആയുസ്സും അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെയും അവരെയും, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുടെ പശ്ചാത്തലവും സാഹചര്യവും ഒന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ലാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിലെ 500 സെക്ടറുകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF സംഘടിപ്പിക്കുന്ന സെക്ടർ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദർശ സംഗമത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ആമുഖം നീട്ടാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പൂർവികരായ ഇമാമുകളെയൊക്കെ തള്ളുകയും ഞങ്ങളൊക്കെ പ്രമാണങ്ങളിലൂടെ മതത്തെ അറിഞ്ഞവരാണ് എന്ന് ഹുങ്ക് നടിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ
അവരുടെ ആശയങ്ങളും അവരുടെ പ്രസംഗങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം എന്നത് അത് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടും. അവരുടെ പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും എടുത്താൽ 10 ദിവസം പറയാൻ മാത്രമുള്ളത് എനിക്ക് തന്നെ പറയാൻ കഴിയും. ജബ്ബാർ സഖാഫിന്റേക്കുള്ളത് വേറെയാണ്, മറ്റു ഉസ്താദുമാരേക്കുള്ളത് അതൊക്കെ വേറെയാണ്. പക്ഷെ എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ലല്ലോ. എന്നാലും പരമാവധി ഞാൻ പറയും. നിങ്ങൾ സഹിച്ച് ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ പ്രമാണങ്ങളിലൂടെ മതത്തെ അറിയണം. അതുകൊണ്ട് ഇമാമുകളൊക്കെ തള്ളി മാറ്റിയിട്ട് ഇമാമുകൾ എഴുതിയതൊന്നും ശരിയല്ല, അവരുടെ കിതാബുകളൊക്കെ പാള കിതാബാണ് എന്ന് പറഞ്ഞ് പ്രമാണം അറിയുന്നത് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വീമ്പ് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രമാണത്തിന്റെ വിവരം എത്രയാണ്, അവരുടെ ആശയത്തിന്റെ സ്രോതസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുക. നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്ത് യഥാർത്ഥ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മളെല്ലാവരും പറയുന്നതാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. ഇപ്രകാരമുള്ള ഒരു ഹദീസിനെ കുറിച്ച് മുജാഹിദ് മൗലവിമാര് സുന്നി പണ്ഡിതനായ പ്രസംഗകനായ റഷീദ് സഖാഫി പ്രസംഗിച്ചപ്പോ അതിനെ വിമർശിക്കുകയാണ്, നിഷേധിക്കുകയാണ്. ഞാൻ ഒന്നാമത് അതാണ് കേൾപ്പിക്കുന്നത്. ഇവർക്ക് പ്രമാണത്തെക്കുറിച്ച് എത്രമാത്രം വിവരമുണ്ട് എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. നിങ്ങൾ കേട്ടോളൂ. ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട് അൻസാരി, അയാൾ സംസാരിക്കും. രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കട്ടെ. പറയുന്നത് ഒരു കക്ഷി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സകാത്ത്, നിസ്കാരവും നോമ്പും സകാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാണ്, പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? വീട്ടിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അന്യായികൾക്ക്. റസൂലുള്ളാഹി നൽകിയ ഐഡന്റിറ്റി കാർഡ് എന്താ അതിലുള്ളത്? ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്താണ്ട് നിങ്ങള്. റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്ത് മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവർ റസൂലുള്ളാഹി അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഓലാളെ നിസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ? ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ലഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാലിവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കാലിനോട് പോയി ചോദിക്കി. എന്താ മൂപ്പര വെല്ലുവിളി? ഉശിരം വെല്ലുവിളിയാ. ആ നേര് മുതലും കെട്ട് മുത്താലിമീങ്ങൾ വരേക്കുള്ള വെല്ലുവിളി, ഉശിരം വെല്ലുവിളി. ഇങ്ങനത്തെ ഒരു ഹദീസ് തന്നെ ഇല്ല, കാണിച്ചു തരാൻ കഴിയുമോ?
അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ മുജാഹിദുകൾക്ക് മുന്നിലിരിക്കുന്ന മുജാഹിദുകളുടെ സന്തോഷം, ഓ നമ്മളെ മൗലവിന്റെ ഒരു വിവരം എത്രയാണ് ഇങ്ങനെ. അപ്പൊ ഈ വിവരം എന്താണ്? സാധുവിന് മുജാഹിദ് ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീറ്റിലുള്ള വിവരാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, അത് മുജാഹിദ് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ അത് ഉണ്ടാവൂലല്ലോ. അത് ഉണ്ടാവല് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കണ്ടേ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹിജറ 373 വഫാത്തായ പണ്ഡിതൻ ഹാഫിള് അബുൽ ലൈസ് സമർഖന്ദി എഴുതിയ കിതാബുൽ തംബീഹ്, ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 260-ാമത്തെ പേജിൽ നമുക്ക് കാണാം. ആരംഭ റസൂലിനോട് ചോദിച്ചു, നബിയെ, 70 ചില്ലാനം വിഭാഗമായി മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഖാല റസൂലുള്ളാഹി. സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസ് സുന്നത്താണ് സ്വർഗത്തിലേക്ക് പോവുക. കണ്ടോ നിങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുണ്ട്, പക്ഷേ ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ ഇതുണ്ടാവൂല. അപ്പൊ ഇതാണ് മുജാഹിദ് മൗലവിമാരുടെ വിവരം. എന്നിട്ട് ഇവരാണ് എന്ത് പറയുന്നത്? ഷാഫി ഇമാമിന്റെ കിതാബുകളും മറ്റ് ഇമാമികൾ രചിച്ച ഗ്രന്ഥങ്ങളും ഒക്കെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞോളൂ, അതൊക്കെ പാള കിതാബാണ് എന്ന് പറഞ്ഞത് ഇവരാ. ഇവരുടെ പാണ്ഡിത്യത്തിന്റെ വലിപ്പാണ് ഇപ്പൊ കണ്ടത്. സഹോദരന്മാരെ, ഞാൻ വിശദീകരണം ചുരുക്കി ഞാൻ മൗലവിമാരിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് ഇവരുടെ വിവരം അറിയണമെങ്കിൽ, ഇവരുടെ ആശയങ്ങളിൽ അബദ്ധം അറിയണമെങ്കിൽ, നിങ്ങൾക്കറിയാമോ, മുസ്ലിം ലോകത്ത് അള്ളാഹുവിലുള്ള വിശ്വാസം, തൗഹീദ് നമുക്കാർക്കും ഇല്ലെന്നും തൗഹീദ് ഉള്ളത് മുജാഹിദുകൾക്കാണെന്നുമാണ് അവർ പറയാറുള്ളത്. തൗഹീദിലെ മർമ്മം എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. മുജാഹിദുകൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് നമുക്കറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒരു വസ്തുവില്ല, ഒരു ശക്തിയില്ല. അല്ലാഹുവിനോട് സമാനമായി ഒരു ശക്തിയും ഒരു വസ്തുവുമില്ല. സൃഷ്ടികളിൽ ആരെപ്പോലെയുമല്ല അല്ലാഹു. നമ്മളൊക്കെ പഠിച്ചതും വിശ്വസിച്ചതും അങ്ങനെയാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അങ്ങനെയൊന്നുമല്ല അള്ളാഹു എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചത്. അള്ളാഹുവിന് രൂപമില്ല, അള്ളാഹുവിന് കൈയില്ല, കാലില്ല, കണ്ണില്ല, മൂക്കില്ല. ഇതൊന്നുമില്ലാതെ തന്നെ അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മുസ്ലിമീങ്ങളെ വിശ്വാസം അങ്ങനെയാണ്. എന്നാ മുജാഹിദ് പഠിപ്പിക്കുന്ന വിശ്വാസം എന്താ? ഞാൻ കേൾപ്പിക്കാം. ഇത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ. അള്ളാഹ്ക്ക് ആകൃതി ഇല്ല എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ അള്ളാഹുവിന് ആകൃതിയുണ്ട്. എന്തൊക്കെ ആകൃതി? അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, കണങ്കാലുണ്ട്. എന്തൊക്കെ കാലുണ്ട്, പുറമെ കണങ്കാല് വേറെ ഉണ്ട്. ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പില്ല. മുജാഹിദുകൾ ഈ പുസ്തകത്തിൽ പറയുന്നു. മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ബോധനം ത്രൈമാസികയിലും വാല്യം 2 ലക്കം 1 പറയുന്നു കണ്ണുണ്ട്, മൂക്കുണ്ട് എന്നൊക്കെ അവരും പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരണം ചുരുക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എഴുതിയ ഈ പുസ്തകം, ഇതിൽ പറയുന്നത് അള്ളാഹ്ക്ക് 2 കൈകളുണ്ട് എന്നാണ്. വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. വലതു കൈയിൽ 7 ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. 7 ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലും താങ്ങി നിൽക്കുകയാണ് മുജാഹിദിന്റെ അള്ളാഹു നാ മുജാഹിദ് പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, അവരത് കുറെ കാലം പഠിപ്പിച്ചു. അതിനുശേഷം 2004 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇത്. കെ സക്കരിയ സലാഹി വിവർത്തനം ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട്. ഇതിന്റെ 25-ാമത്തെ പേജിൽ കാണാം അള്ളാഹുവിന്റെ കൈകൾ. അള്ളാഹുവിന് ശക്തവും ഔദാര്യപൂർണമായ 2 കൈകളുണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. എന്നിട്ട് മൂപ്പര് പറയാ അതിന്റെ അടിയിൽ സംഗതി 2 കൈ അള്ളാഹ് ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ല എന്നുമാണ് ഇയാള് പറയുന്നത്. നോക്കുക, ഈ പുസ്തകത്തിൽ പറഞ്ഞ് 2 കൈയുണ്ട്, ഒന്ന് വലത് കൈ, ഒന്ന് ഇടത് കൈ. 2004 ആയപ്പോഴേക്ക് അള്ളാന്റെ ഇടത് കൈ ഇവരെ വെട്ടിയിട്ട് വലതു ഭാഗത്തേക്ക് തന്നെ വെച്ചു. എന്നിട്ട് പറഞ്ഞ് 2 കൈയുണ്ട്, പക്ഷെ അത് രണ്ടും വലതു ഭാഗത്താകുന്നു. നോക്കണം നിങ്ങൾ. മുജാഹിദ് അള്ളാനെ പറ്റിയാണ് ഈ തട്ടിക്കളിക്കുന്നത്. ഇത് ഞങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ,
മുജാഹിദിന്റെ അൽമനാർ 2009 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാർ. ഞങ്ങൾ ഇത് എല്ലായിടത്തും പറഞ്ഞു. ഈ പുസ്തകത്തിൽ 2 കൈയുണ്ട്. 2004 ഇറങ്ങിയ ഈ പുസ്തകത്തിൽ ഒരു കൈ വെട്ടി മാറ്റിയിട്ട് മുജാഹിദ് 2 കൈ കൂടി വലതു ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പൊ മുജാഹിദിന്റെ അൽമനാർ 2009 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാർ വന്നപ്പോ അള്ളാഹ് വീണ്ടും ഇടത്തെ കൈ ഇപ്പുറത്തെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. നോക്കിങ്ങൾ അള്ളാഹുവിന്റെ ഇടത്തെ കൈയുണ്ട് എന്ന് വീണ്ടും പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദിന്റെ വിശ്വാസമാണ്. മലയാളം അറിയുന്ന ആരുണ്ടെങ്കിലും വന്നോളി. വല്ല മുജാഹിദുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല കുറ്റിയിലും മുന്നിലും ഒളിച്ചിരുന്നിട്ട് കുറുകുറു വരേണ്ട. എന്നിട്ട് വരാൻ ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ അതിന് വന്നതാ. ഇന്നപോലെ ക്ഷണിച്ചു വരച്ച് അതിനാണ്. ഇവിടെ പ്രസംഗിക്കാനല്ല കാര്യമായിട്ട്. ഇവിടെ ഉസ്താദെ കൂടെ സംശയങ്ങൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് അത് തീർത്തു കൊടുക്കണം. ആയിക്കോട്ടെ, ഞാൻ റെഡി എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്ര ദൂരത്തുനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ വല്ല മുജാഹിദ് ഉണ്ടെങ്കിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞില്ല. അപ്പൊ അള്ളാഹ് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീണ്ടും ഇടത്തെ കൈ മുജാഹിദുമായി. കഴിഞ്ഞിലൊക്കെ ഏപ്രിലൊക്കെ മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക ഉണ്ട്. ആ ഇസ്ലാഹി മാസിക നോക്കിയപ്പോ അതിലെന്തുണ്ട്? അള്ളാഹ് ഊരയും വന്നിട്ടുണ്ട്. പടച്ചോനെ തമ്പുരാൻ, ഊരുണ്ട്. വെറുതെ പറയല്ല, മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയാണ് എന്റെ കയ്യിൽ. സംശയമുള്ളവരുണ്ടെങ്കിൽ വരണം. ഇനി ബരി എന്തൊക്കെ അള്ളാഹ് ഉണ്ട് എന്ന് പറയാന്ന് അള്ളാഹു നമ്മൾ പറയാൻ മടിക്കുന്ന പലതും ഉണ്ട് എന്ന് എടുത്തേക്ക് അവരെത്തും. പടച്ചോൻ കാത്തിരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിന് കൈയുണ്ട്. ഇനി മുജാഹിദുകൾ പറയുന്നത് എന്താ? എല്ലാ ദിവസവും അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും 1-ാം ആകാശത്തേക്ക്. ഈ പുസ്തകത്തിൽ പറയും. എല്ലാ പുസ്തകത്തിലും പറയുന്നില്ല, സ്ക്രീനിൽ കാണാം. ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ മുജാഹിദ് നേതാവ് കായക്കൊടി പറഞ്ഞു, അത് മുജാഹിദുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കലാണ്. മുജാഹിദുകൾ അള്ളാഹു ഇറങ്ങും കയറും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നാ മൂപ്പര് പറഞ്ഞത്. കേട്ടോളൂ നിങ്ങൾ, മൂപ്പര് പറയട്ടെ. തെറ്റിദ്ധരിപ്പിക്കുക, ആ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമായി അള്ളാഹ് ഇറങ്ങും എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമം നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാകും. ആ കേട്ട് നിങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അത് കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എന്താണ് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ? ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. കേൾക്കുന്നതാണ്, കേൾപ്പിക്കാതെ ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. സമയവും വളരെ പരിമിതമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് നിങ്ങൾ കേൾക്കുന്നത് കൂടി ഞാൻ കേൾപ്പിക്കുന്നില്ല. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇറങ്ങും കയറും എന്ന് പറയുന്നു. തെറ്റിദ്ധരിപ്പിക്കലാണോ? അല്ല. മുജാഹിദിന്റെ ഈ പുസ്തകത്തിൽ വ്യക്തമായി സക്കരിയ സലാഹി എഴുതി വെച്ചതല്ലേ ഇറങ്ങുന്നു. വേണ്ട, ഹുസൈൻ സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ. അള്ളാഹു ഇറങ്ങി വരുന്നു. വെച്ചുകൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ കൈപ്പറ്റ കണ്ടോ? അപ്പൊ എല്ലാ ദിവസവും അള്ളാഹു ഇറങ്ങി വരുന്നു. മറ്റേയാൾ പറഞ്ഞതോ അല്ലല്ല, അത് ഇറങ്ങി വരുമെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇനിയിപ്പോ ഇതിൽ ഏതാ തെറ്റിദ്ധരിപ്പിക്കൽ? കിളി ചിന്തിക്ക്. മുജാഹിദുകൾ തമ്മിൽ വൈരുദ്ധ്യാണ്. എന്തോ ആവട്ടെ, അള്ളാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രി ഇറങ്ങി വരുന്ന പറഞ്ഞു. എവിടേക്കാ ഇറങ്ങി വരിക? അതാ രസം. ഇറങ്ങി വരുന്നത് 1-ാം ആകാശത്തിലേക്കാകുന്നു. 1-ാം ആകാശം എവിടെയാണ്? നിങ്ങൾ മറന്നോ? ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? 1-ാം ആകാശം അള്ളാഹുവിന്റെ വലത് കയ്യിലാകുന്നു. 7 ആകാശവും വലത് കയ്യിലല്ലേ? അപ്പൊ അള്ളാന്റെ വലത് കയ്യിലുള്ള 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുത്തരെ. എങ്ങനെ ഈ പരിപാടി? നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഈ പറയുന്നത്? ഈ IT യുഗം വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിലാണല്ലോ മുജാഹിദ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളെ വിശ്വാസം കൊണ്ട് പന്താടുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ എന്തെല്ലാം വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന് കൈയുണ്ട്, അതുപോലെ കാലുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, ചന്തയുണ്ട്, പലതും മുജാഹിദ് എഴുതി വെക്കുന്നു. എന്നാലോ പഴയകാലത്ത് മുജാഹിദിന്റെ സ്ഥാപക നേതാവ് KM മൗലവി നൽകിയ ഫത്വ 1952 ജനുവരി 20 ഇറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിൽ. അതിൽ ഫതാവ അൽമനാർ എന്നൊരു ഭാഗം. അതിലുള്ള ഫത്വയിൽ പറയുന്നത് എന്താ? അള്ളാഹുവിന് രൂപമുണ്ടെന്നോ ജഡമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദിയാകുന്നു. ആള് കാഫിറാണ്. ഏതാ? മുജാഹിദിന്റെ മുഖപത്രമാണ് അൽമനാർ. ആദ്യം പറഞ്ഞതോ അതും മുജാഹിദിന്റെ തന്നെയാണ്. ഇതെന്താ ഇങ്ങനെ? അങ്ങനെ ആകുമ്പോഴാ മുജാഹിദാകുക. അതാണ് ഇങ്ങനെ വൈരുദ്ധ്യമാകുമ്പോഴാ മുജാഹിദാവുക. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. 1952 ഇങ്ങനെ വിശ്വസിച്ചാൽ ആള് കാഫിർ. ഇപ്പൊ മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ചന്തിയുണ്ട്, ഊരുണ്ട്, അങ്ങനെ പലതും ഉണ്ട് എന്ന് വിശ്വസിക്കണം. എന്താ മുജാഹിദുകൾ ഇത് തിരുത്തിയത്? ഞാൻ പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്
സംസ്ഥാന പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. എന്നാണ് ഇത് മാറ്റിയത് എന്നോ അള്ളാഹുവിന് ഭാഗമുണ്ട് ജഡമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവൻ കാഫിറായ മുബ്തദിയാകുന്നു എന്ന KM മൗലവിയുടെ ഫത്വ, ആ ഫത്വയിൽ നിന്ന് മുജാഹിദ് മാറിയത് എന്ന ഞാൻ പറയണ്ട, പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു. 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന മൗലവിമാരുടെ യോഗത്തിലെ കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ 3ാമത്തെ തീരുമാനമാണിത്. എങ്ങനെയുണ്ട്? അതായത് ഇനി മുതൽ 2001 ജൂൺ 4 പുളിക്കൽ, മലപ്പുറം ജില്ലയിലെ മുജാഹിദിന്റെ അഫ്ളലുൽ ഉലമ കോളേജിലുള്ള ഒരു സ്ഥലം, അവിടെ മൗലവിമാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഇനി മുതൽ അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയാവണമെങ്കിൽ എന്ത് വിശ്വസിക്കണം? അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ചന്തുണ്ട്, അതുപോലെ ഊരുണ്ട്, കണ്ണുണ്ട്, കളങ്കാലുണ്ട്, ഇതൊക്കെ അറങ്ങും കയറും എന്നൊക്കെ വിശ്വസിച്ചെങ്കിലേ ആള് മുസ്ലിമാകൂ എന്ന വിശ്വാസത്തെ ഭേദഗതി ചെയ്യുന്നു മുജാഹിദുകൾ എന്ന് 2001 ജൂൺ 4. അതുവരെ മുജാഹിദിന്റെ വിശ്വാസം എന്താ? അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദിയാകുന്നു. പറയൂ നിങ്ങൾ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടണമെന്നുണ്ടോ? നിങ്ങൾ കൂടിക്കോളി, ഞങ്ങൾക്കൊരു എതിർപ്പില്ല. പക്ഷെ ഇതൊക്കെയാണ് ഈ സാധനം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കൂടാൻ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ പ്രവർത്തകന്മാര് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയട്ടെ. ഇത് കേരളത്തിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച വിശ്വാസ കാര്യങ്ങൾ എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അതാണ് രസം. അതായത് വിശ്വാസത്തിൽ ഇങ്ങനെ കുറെ മാറ്റുക, പിന്നെ കുറെ തിരുത്തുക, എന്നിട്ട് ആദ്യം എങ്ങനെ ഉണ്ട് അറിയാം, പിന്നെ എങ്ങനെ ഉണ്ട് അറിയാം. അതായത് വിശ്വാസത്തിൽ ഇങ്ങനെ വ്യത്യാസവും തകരാറുകളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, വിശ്വാസത്തിൽ വൈരുദ്ധ്യവും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് പിഴച്ച വിശ്വാസമാണ് എന്ന് ഉറപ്പാണ്. അപ്പൊ മുജാഹിദിന്റെ വിശ്വാസം പിഴച്ചതാണെന്നല്ല ഇനി വേറെ തെളിവ് നിർത്തണോ? ഇത് മുജാഹിദിന്റെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം. പറയൂ നിങ്ങൾ, ഇവരുടെ ഈ വിശ്വാസത്തിലുള്ള വൈരുദ്ധ്യം ഇത് നമ്മൾ ഈ മുസ്ലിമീങ്ങൾ എങ്ങനെ വിലയിരുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത്? അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തിയാൽ അത് കുഫറാണ്, ഓ കാഫിറാകുന്നു. അള്ളാഹു സൃഷ്ടി ഇതുപോലെ എന്ന് അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ കാഫിറാകുന്നു. ഹുസൈൻ സലഫി പറയട്ടെ, കേട്ടോളൂ. അള്ളാഹു ഇറങ്ങുന്നു ഏതെങ്കിലും സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേയുള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല. അപ്പൊ മറ്റൊരാളോട് സാദൃശ്യപ്പെടുത്താൻ പറ്റുക തന്നെ ഇല്ല. അങ്ങനെ ചെയ്ത കുഫറാണ്, ആള് കാഫിറാകും. എന്നാൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആകാശത്തെ എറിയുമെന്ന ഒരു പദമുണ്ട്, ഒരു ഹദീസുണ്ട്. അതുപോലെ ഭൂമിയെയും എറിയും എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഹദീസിൽ കാണാം. എന്താണ് ആ എറിയുന്നത്, എങ്ങനെയാണ് അതിന്റെ രൂപം നമുക്കറിയില്ല. സഹോദരന്മാരെ, അതിനെക്കുറിച്ച് മുജാഹിദിന്റെ മൗലവി വിശദീകരിക്കുന്നത് നോക്ക്. നിങ്ങൾ ഉപമിക്കുന്നത് ഞാനല്ല, സക്കരിയ സലാഹി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അയാള് അല്ലാഹു തആല ഭൂമിയെ എറിയുന്ന കോലം പറയാണ്. അതായത് എന്താണെന്നോ, കുട്ടികൾ പന്തെറിയും പോലെ എറിയുന്ന, എന്നിട്ട് മൂപ്പര് കൈകൊണ്ട് ഇങ്ങനെ എറിയുന്ന കോലം കാണിക്കുന്നുണ്ട്. കേട്ടോളൂ, അയാൾ കാണിച്ചു. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞെറിയുന്നതാണ്. ഭൂമിയെ എറിയുന്ന രംഗാണത്. മറ്റേയാൾ പറഞ്ഞതോ, അങ്ങനെ സൃഷ്ടികളോട് മുമ്പിച്ചാൽ അത് കുഫറാണ്, ആള് കാഫിറാണ്. അപ്പൊ സക്കരിയപ്പാര നിങ്ങൾ ചിന്തിച്ചോളി. ഒന്നുകൂടി കാണിച്ചു കൊടുത്താൽ കൈകൊണ്ട് എറിയുന്ന കോലം വെച്ചു കൊടുത്താ. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞെറിയുന്നതാണ്. ഇനി അനീഫ കായക്കൊടി പറയട്ടെ, ഭൂമിയെ ആകാശത്ത് എറിയുന്ന കോലം പറയട്ടെ, വെച്ചുകൊടുത്തു. ഇതുണ്ടാകും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ കണ്ടോ? അപ്പൊ രണ്ടാളും സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ അത് കുഫറാണ്, മുജാഹിദ് പറയുന്നു. എന്നിട്ടോ കുട്ടികൾ പന്തെറിയുന്ന രൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സാദൃശ്യപ്പെടുത്തുന്നു.
എന്താണ് ഇതിന് പേര് പറയേണ്ടത്? ഇതിനാണ് യഥാർത്ഥത്തിൽ മുജാഹിദിസം എന്ന് പറയേണ്ടത്, വഹാബിസം എന്ന് പറയേണ്ടത്. ഞാൻ വിശദീകരണം ചുരുക്കുന്നു. സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്ക്, തൗഹീദുമായി ബന്ധപ്പെട്ട് മുജാഹിദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശുന്നു. കേരളത്തിലുള്ള ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫി പറയുന്നത് എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ നമ്മൾ വിശ്വസിക്കുന്ന പറയുന്ന അതേ അള്ളാഹുവിന് തന്നെ നോമ്പനുഷ്ഠിക്കുന്നു, ഇഴ്തികാഫിരിക്കുന്നു, തൽബിയത്ത് ചെല്ലുന്നു, അറുത്തു കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, ഇബാദത്തുകളായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. അത് നമ്മൾ പറയുന്ന അതേ അള്ളാഹുവിന് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും ചെയ്യുന്നത്. കേട്ടോളൂ ഹുസൈൻ സലഫി. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. നാം പറയുന്ന അതേ അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അവർ അറുത്തു കൊടുത്തിരുന്നു, അവർ ഇഴ്തികാഫിരുന്നിരുന്നു, അവർ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പറയുന്ന അതേ അള്ളാഹുവിന് തന്നെയായിരുന്നു നാം മുജാഹിദ് നേതാവ് പറയുന്നത്. സഹോദരന്മാരെ, എന്നാൽ പരിശുദ്ധ ഖുർആനിന് ഘടകവിരുദ്ധമായ വിശ്വാസമാണിത്. ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്ന ഇലാഹിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹിനെ ഞാനും ആരാധിക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന ഇബാദത്ത് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ഞാനും ചെയ്യുന്നില്ല, ഒക്കെ രണ്ടും രണ്ടാകുന്നു ഖുർആൻ പറയുന്നത്. മുജാഹിദ് നേതാവ് പറയുന്നതോ അല്ലാതെ നമ്മൾ പറയുന്ന അതേ അള്ളാഹ്ക്ക് അവർ ഈ ഇബാദത്തുകളൊക്കെ ചെയ്തിരുന്നു. ഞാനല്ല, സക്കരിയ സലാഹി തന്നെ പറയട്ടെ, വെച്ചുകൊടുക്ക്. നേരെ എതിര് സക്കരിയ സലാഹി ഇപ്പൊ പറയും. പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല, വലാ അഅ്ബുദു മാ അഅ്ബദതും, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആരാധനയുടെ കാര്യത്തിൽ ലയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ നേർച്ചകളും പറഞ്ഞത് നമ്മൾ പറയുന്ന അതേ അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ അറുത്തു കൊടുത്തിരുന്നു. ഇയാൾ പറയുന്നതോ അത് രണ്ടും രണ്ടാണ്. അവരുടെ ദൈവം വേറെ, നമ്മുടെ ഇലാഹു വേറെ, എന്റെ ആരാധ്യൻ വേറെ, നിങ്ങളെ ആരാധ്യൻ വേറെ. ഈ വൈരുദ്ധ്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്ക്, തൗഹീദുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾക്കിടയിൽ ഉഗ്രമായ തർക്കം. തൗഹീദ് എത്ര ജാതിയാ? നമുക്കറിയാം ഒരു ഒറ്റ തൗഹീദാ, മുസ്ലിമീങ്ങൾക്ക് ഒരു തൗഹീദ്. മുജാഹിദ് പഴയ കാലത്ത് 2 തൗഹീദാ പറഞ്ഞിരുന്നത്, ഇപ്പൊ അത് കുറച്ചു കാലമായിട്ട് 3 തൗഹീദായിട്ടുണ്ട്. മുജാഹിദുകൾ തൗഹീദിനെ പിളർത്തി. അങ്ങനെ തൗഹീദ് ഉലൂഹിയത്ത്, തൗഹീദ് റുബൂബിയത്ത്, ഇങ്ങനെ 2 തൗഹീദാക്കി. ഇപ്പൊ പറയുന്നതോ തൗഹീദ് 3 എണ്ണമുണ്ട് എന്നാ. ഏതാ? തൗഹീദുൽ റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, 3 എണ്ണം ഉണ്ട്. തൗഹീദിന്റെ 2 വശങ്ങൾ നിങ്ങൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ. എന്നാൽ തൗഹീദിന്റെ 3ാമത്തെ വശം, അതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. കണ്ടോ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്ന 3 തൗഹീദ് ഉണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. എന്നാൽ മുജാഹിദിന്റെ അബ്ദുൽ ലത്തീഫ് മൗലവി കരുമ്പിലാക്കൽ പറയുന്നത് നോക്ക് നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിടം മുതൽ വിറ്റഴിക്കുന്ന പുസ്തകമാണ് കിതാബു തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വരെ തൗഹീദ് 2 എണ്ണം ഉള്ളൂ, 3 എണ്ണം എവിടുന്ന് കിട്ടിയതാണ്? മൂപ്പര് ചോദിക്കട്ടെ, വെച്ചുകൊടുക്ക്. 944 പ്രിന്റ് ചെയ്ത, ഇന്നും കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ തൗഹീദ് വിഷയത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം, കണ്ണൂരിൽ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയിരിക്കുന്ന തൗഹീദ് എന്ന പ്രസിദ്ധീകരണം. അതിൽ തൗഹീദ് എത്ര പറഞ്ഞിട്ടുണ്ട്? അതിൽ തൗഹീദ് എത്ര പറഞ്ഞറിയോ? തൗഹീദ് 2 ആണ്.
റുബൂബിയത്തും ഉലൂഹിയത്തുമാണ്. അസ്മാഉ സിഫാത്തിനെ കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇങ്ങനെ മൗലവിമാർ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു. ഇനി നിങ്ങൾക്കറിയണമോ സഹോദരന്മാരെ, മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി അള്ളാഹുവിനെ പറ്റി പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അദൃശ്യ ഗൈബ് അറിയില്ല. അതായത് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയും. അങ്ങനെ പിന്നീട് ഒരു നന്ദി അള്ളാഹു ഖുർആനിൽ പച്ചയായിട്ട് തന്നെ സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്ന് ആയത്തിനെന്തിയെ പറയാറിഞ്ഞു. അപ്പൊ അതിന് മൂപ്പര ഉത്തരം, അങ്ങനെ സ്ത്രീധനം പിന്നീട് വരാൻ പോകുന്നുണ്ട് എങ്ങനെ അള്ളാഹ്ക്ക് അറിയോ? എങ്ങനെയുണ്ട് തൗഹീദ്? സക്കരിയ സലാഹിന്റെ തൗഹീദ് വെച്ചെടുത്ത പുതിയ തൗഹീദ്. ഇങ്ങനെ ഇയാൾ പറഞ്ഞു കൂട്ടിയൊരു പ്രസംഗം ഒന്ന് ഇയാൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? സക്കരിയ സലാഹി അല്ല, അത് മടവൂർ ഗ്രൂപ്പിൽപ്പെട്ട മൻസൂർ അലി എന്ന നേതാവാണ്. അയാൾ പറയും കേട്ടോളി. സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിലുണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് അള്ളാഹ്ക്കൊക്കെ നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നൊരു പ്രസംഗം ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യായീകരണങ്ങളുണ്ട്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആനിലെ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പൊരുളർത്ഥം പറഞ്ഞു, അന്യന്റെ കൊടുത്ത അന്യായമായി തിന്നരുത്. നിങ്ങൾ നിങ്ങളെ കൊടുത്ത് അന്യായമായി തിന്നരുത്. ഏതൊക്കെയാണ് ന്യായം അതും പഠിപ്പിച്ചു തന്നു. അതിലൊന്നും വരുന്നില്ല. അപ്പൊ അന്യായം നടക്കല്ലേ? അന്യായമായി കൊടുക്കുന്നത് ഹറാമാണ്. സത്യം നമുക്ക് ഇല്ല, അതിൽപ്പെട്ട സ്ത്രീ. അപ്പൊ കേട്ടില്ല നിങ്ങൾ? ഇതിങ്ങനെ വരാണ്ടിരുന്നേനെ അള്ളാഹുവിനെ അറിയോ? മൂപ്പരനെ ചോദിക്കുക. അള്ളാഹ്ക്ക് ഇതുവരെ ഇത് അറിയുകയില്ല ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുവരെ മുജാഹിദ് പറയാൻ തുടങ്ങി. ഇവരുടെ വിശ്വാസവും തൗഹീദും എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾ പാരമ്പര്യമായി അനുവർത്തിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ പിൻപറ്റി ജീവിക്കുന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്നവരാണ് മുജാഹിദുകൾ. ഇത് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. അപ്പൊ മുജാഹിദിന്റെ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യം എന്താ? സക്കരിയ സലാഹി ചോദിക്കുകയാണ്, ഞങ്ങൾ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാ പോരല്ലോ, ആരെ ഞങ്ങൾ മുശ്രിക്കാക്കിയത് കാഫിറാക്കിയത്? ഈ രൂപത്തിൽ എഴുതിവിട്ട ആളുകളാണ് കടവത്തൂരിൽ വന്നിട്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. എവിടെയാ ഞങ്ങൾ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയത്? ഇതൊക്കെ തെളിയിക്കാൻ പറ്റുമോ? എവിടെയാ ഞങ്ങൾ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയത്? ഇതൊക്കെ തെളിയിക്കാൻ പറ്റുമോ? ലോക മുസ്ലിങ്ങളെ ഞങ്ങൾ കാഫിറാക്കി മുശ്രിക്കാക്കി നിങ്ങൾ പറഞ്ഞ പോലെ തെളിയിക്കാൻ പറ്റുമോ? എന്താ വെല്ലുവിളി? തെളിയിക്കാൻ പറ്റും. മുജാഹിദിന്റെ മൗലിമാരെന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. കേരളത്തിലെ പണ്ഡിതന്മാര് മാത്രമല്ല, മുസ്ലിമീകൾ സുന്നികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരെ കുറിച്ചും മുജാഹിദിന്റെ ഒരു മൗലവി, മുജാഹിദ് ബാലുശ്ശേരി, അയാൾ ഈയിടെയായി ഇവിടെ ഈ ഭാഗത്തൊക്കെ തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് ഞാൻ കേൾപ്പിക്കുന്നു. എന്താണ്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഹജ്ജിന് ആളുകൾ പോകുന്നുണ്ട്. ഓരോ വർഷവും 25-30 ലക്ഷം വീതം ഹജ്ജ് ചെയ്യുന്നുണ്ട്. വിശ്വാസികൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ തൗഹീദുള്ള ആളുകൾ ആകെ 5 ലക്ഷം ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കുകളാകുന്നു. മുജാഹിദിന്റെ ആശയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഹജ്ജിനെത്തുന്ന വിശ്വാസി ലക്ഷങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾ, അവരൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. മുജാഹിദിന്റെ മുജാഹിദ് ബാലുശ്ശേരി എന്ന നേതാവ് പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്,
തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. എന്താ കൃത്യം കൃത്യ കണക്കാ. 10-35 ലക്ഷം 25-30 ലക്ഷം ആളുകൾ ഹജ്ജിനെത്തുമ്പോ അവിടെ തൗഹീദുള്ള ആളുകൾ ആകെ 5 ലക്ഷം ഉള്ളൂ. ഈ 30 ലക്ഷത്തിന്റെ ഇടയിൽ തൗഹീദുള്ളവരെ കണ്ടുപിടിച്ച് കണക്ക് കൃത്യാക്കാൻ ഇയാൾക്ക് അവാർഡ് കൊടുക്കണം. ചില്ലറ ശ്രമമൊന്നുമല്ല, ശ്രമകരമായ ദൗത്യം തന്നെ മൂപ്പരാ നിർവഹിച്ചത്, അല്ലേ? അത്രക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി. 5 ലക്ഷം ആളെ തൗഹീദുള്ളൂ, അല്ലാത്തവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. സക്കറിയ ചോദിക്കുന്നതോ, ലോക മുസ്ലിമീങ്ങളെ ഞങ്ങൾ കാഫിറാക്കി എന്ന് പറഞ്ഞാൽ പോരെ, എവിടെ കാഫിറാക്കിയത് തെളിയിക്കാൻ കഴിയോ? ആ തെളിയിച്ചതാണ് ഇപ്പൊ ഈ കാണുന്നത്, മനസ്സിലായോ? അതാണ് പറഞ്ഞത്, 5 ലക്ഷം അല്ലാത്തവരൊക്കെ മുശ്രിക്കുകളാണ്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസി ലക്ഷങ്ങൾ മുശ്രിക്കാണ് എന്നാണ് നേതാവ് പറഞ്ഞത്. ഞങ്ങളിത് കേരളത്തിലെ എല്ലാ ഭാഗത്തും പറയാൻ തുടങ്ങി. ഒരൊറ്റ മൗലവിക്ക് മറുപടി പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഈ തെക്കൻ ഭാഗത്തിന്റെ ഒരു മൗലവി, ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തിരിഞ്ഞ് കറങ്ങുന്ന ഒരു മൗലവി ഉണ്ട്. ആ മൗലവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അയാളുടെ തോലിന്റെ കട്ടി 1.5 മീറ്റർ, ഭയങ്കര. ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ആണിയൊക്കെ അയാളുടെ ശരീരത്തിൽ അടിച്ചാലും ഇറച്ചിമക്ക് തട്ടൂല, കാരണം തോലിന്റെ അത്രയും കട്ടിയ. അയാൾ ഇതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയും. പിന്നെ ഇപ്പൊ സുന്നിയർക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെ പറഞ്ഞു, 5 ലക്ഷം ആളുകളല്ലാത്തവരൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്ന് അറിയണോ, മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അത് ചില്ലറ തൊലിക്കറ്റിയൊന്നും പോരാ. കേട്ടോളൂ, അയാൾ നിഷേധിക്കുന്നു. അനസ് മൗലവി എന്നാണ് അയാളുടെ പേര്. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അതിന്റെ ഒരു ശക്തി അനിലകൾ എത്രയാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഈ പ്രസ്ഥാനം. ഇതിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, ഇയാളെ കുറിച്ച് മുജാഹിദിന്റെ നേതാവുണ്ട് അലിമദനി മൊറയൂർ. അയാള് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി വാടകക്ക് കൊടുക്കുന്നതാണ് ഇയാളെ. ഒന്ന് വെച്ചു കൊടുത്താൽ ഞാൻ വെറുതെ പറയല്ലോ, ഓല് തമ്മിലുള്ള പ്രശ്നം. കൂലിക്ക് കൊണ്ടുവന്ന തെക്ക് ഭാഗത്തു നിന്ന് കൂലിക്ക് കൊണ്ടുവന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്തെന്നറിയാത്ത ഒരു അനസ് മുസ്ലിയാർ അയാൾ നാടുനീളെ നടന്ന് ചീത്ത പറയുകയാണ്. ഇവിടുന്ന് വിട്ട ഞങ്ങളവിടൊക്കെ വന്ന അനസ് മുസ്ലിയാരാണ്, ഇവിടെ വന്ന അനസ് മൗലവിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ അയാൾക്കുണ്ട്. എന്തോ ആവട്ടെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്നത് മുജാഹിദുകൾ മുസ്ലിമീങ്ങൾ എങ്ങനെ മുശ്രിക്കും കാഫിറുമാക്കുന്നു. എന്നിട്ട് സക്കറിയ സലാഹി സുന്നികളുള്ള സ്ഥലത്തെത്തി പ്രസംഗിക്കുന്നത് എന്താണ്? ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, ഞങ്ങൾ വളരെ നല്ലവരാകുന്നു. കേട്ടോളൂ, സക്കറിയ സലാഹി പറയട്ടെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ. വേഗം മൗലവിമാരെ കൊണ്ട് ഇങ്ങനെ പറയും. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുശ്രിക്കാക്കുന്ന പരിപാടി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാ ഞാൻ ഉണ്ടോ എന്നാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. കേട്ടോളൂ, മുജാഹിദിന്റെ വലിയ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി, അയാളുടെ നാക്കിന്റെ നീട്ടം 1.5 മീറ്ററാണ് എന്നതല്ലാത്ത ഒരു പ്രത്യേകത അയാൾക്കില്ല. അയാൾ പറയുന്നു, വേറെ ചില പ്രത്യേകതകളുണ്ട്, അത് പറയാൻ പറ്റൂല. അപ്പൊ അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നു സുന്നികൾ മൊത്തവും മുശ്രിക്കാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. സുന്നി സമൂഹം മുശ്രിക്കുകളാണ്. മറ്റേയാൾ പറഞ്ഞ എന്താ? മുശ്രിക്കാക്കുന്ന പരിപാടി ഇല്ല. ഇയാൾ പറയുന്നു സുന്നി സമൂഹം മൊത്തവും മുശ്രിക്കാകുന്നു. മറ്റേയാൾ പറയാ പേരെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ വിഭാഗമോ മുശ്രിക്കാണെന്ന പരിപാടി ഞങ്ങൾക്കില്ല.
എന്നാ ഇനി പേരെടുത്തുകൊണ്ട് തന്നെ കാഫിറാക്കുന്ന ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി എന്ന നേതാവ് പറയുന്നത് എന്താണ്? അബൂജഹലെങ്ങാനും സാക്ഷാൽ മക്ക മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ കേരളത്തിൽ വന്നാല് മൂപ്പര് അബൂജഹൽ നേരെ പോവുക മർക്കസിലേക്കാണ്. എന്നിട്ട് AP ഉസ്താദിനെ കാണും. എന്നിട്ട് പറയും, ഞാൻ കരുതിയത് ഞാനാണ് വലിയ മുശ്രിക്കുകളെ നേതാവ് എന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഞാനല്ല നേതാവ്, ഞങ്ങളെയും കൂടി ലീഡർ നിങ്ങളാണ് എന്ന് AP ഉസ്താദിനോടും മറ്റു സുന്നി പണ്ഡിതരോടും പറയും. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ. എന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിയിട്ടുള്ളൂ. സലാം അലൈക്കും. കേട്ടോ നിങ്ങൾ, എന്താ നല്ല പരിചയം മൂപ്പർക്ക്. പ്രൈവറ്റ് സെക്രട്ടറി ആണോന്നാവോ, അല്ലാഹു അഅലം. പറയട്ടെ കാന്തപുരല്ലേ ഞാൻ അബൂജഹൽ. സലാം അലൈക്കും. ഷെയ്ഖുന കാന്തപുരല്ലേ ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചെങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നു. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നു. ലോക മുശ്രിക്കുകളുടെ ലീഡർ നേതാവാണ് നിങ്ങളും നിങ്ങളെ പണ്ഡിതർ എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാര്. ആരാത് പറയുന്നത്? മുജാഹിദുകൾ. നോക്കുങ്ങൾ. എന്നിട്ട് ഇവർ പറഞ്ഞതോ ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല. കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, ഇയാൾ തന്നെ പറയുന്നു സുന്നികളും ക്രിസ്ത്യാനികളും ഇസ്ലാമിലെ കണക്കാർ രണ്ടും ഒരുപോലെയാണ്. സുന്നികളും ക്രിസ്ത്യാനികളും ഇസ്ലാമിലെ കണക്കാണ്. പറയട്ടെ അയാൾ. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. രണ്ടും ഒരുപോലെ, രണ്ടും ഒന്നാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ അതേ വിശ്വാസമാണ് സുന്നികൾക്ക് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. എന്നിട്ടാ മുജാഹിദ് പറഞ്ഞത് എന്ത്? ഞങ്ങളാരെയും കാഫിറാക്കുന്നില്ല, ഞങ്ങളാരെയും മുശ്രിക്കാക്കുന്നില്ല. വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന് പറഞ്ഞാൽ പോരാ, വേറെ വല്ല പദം ഉണ്ടെങ്കിൽ അത് അവിടെ പറയണ്ടേ. കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, ഇയാൾ തന്നെ കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു. നിങ്ങൾ കേട്ടോളൂ, മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറയുന്നു. മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാണ്. മഅദല്ലാ. സുന്നികൾ അതിന് ആരാധിക്കുന്ന വിഗ്രഹ ആരാധകരാകുന്നു. എന്തുകൊണ്ടാണ് സുന്നികൾ പണ്ഡിതന്മാർ, നമ്മുടെ പ്രവർത്തകർ വഹാബിസത്തിന്റെ ഈ ദുഷിച്ച ആശയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ഈമാനുള്ളവർ ചിന്തിക്കണം. മുജാഹിദ് പഠിപ്പിക്കുന്ന ആശയമാണിത്. കേട്ടോളൂ, അയാൾ പറയട്ടെ. ആകും. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കണ്ടോ, മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അതിനാരാധിക്കുന്ന വിഗ്രഹാരാധകരാണ് സുന്നികൾ. മുജാഹിദ് നേതാവ് പറഞ്ഞതോ ഞങ്ങളാരെയും കാഫിറാക്കുന്നില്ല, ഞങ്ങളാരെയും മുശ്രിക്കാക്കുന്നില്ല. ഇത് ഞങ്ങൾ പലയിടത്തും പറഞ്ഞു. മുജാഹിദിനെതിരിൽ ശാരിയത്ത് വെച്ച് ഞാൻ സക്കരിയ സലാഹിയെ ഗണ്ണിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ സക്കരിയ സലാഹി മറുപടി പറഞ്ഞു, അത് അങ്ങനെയല്ല, മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളെ ജാറാണ്. കേട്ടോളൂ അയാൾ പറയുന്നത് സക്കരിയ. പിന്നെ ഇവിടെ പറഞ്ഞ വലിയ കാര്യം എന്താണെന്നറിയോ? മമ്പുറം തങ്ങള് വിഗ്രഹമാണെന്ന് പറഞ്ഞു. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. മമ്പുറം തങ്ങളല്ല, മമ്പുറം തങ്ങളുടെ ജാറം. ജാറം വിഗ്രഹാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് തിരുത്തണത് അങ്ങനെയല്ല. ബാലുശ്ശേരി പറഞ്ഞത് എന്താ? മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. വെച്ചുകൊടുത്ത ആകും. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. ജാറം വിഗ്രഹാണെന്നല്ല പറഞ്ഞത്, മമ്പുറം തങ്ങൾ വിഗ്രഹമാണ് എന്നാണ് നേതാവ് പറഞ്ഞത്. വൈരുദ്ധ്യം പേരാളുകൾ കളവുകളാണ് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞില്ല. അനീവ കായക്കൊടി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ പറയുന്നത് എന്താണ്? മമ്പുറത്തെ തങ്ങൾ ഞങ്ങൾ വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ടില്ല. വ്യക്തമായിട്ട് തന്നെ പറയുന്നു. വെച്ചുകൊടുക്കും. മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നോ ബിംബമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി വെച്ചുകൊടുക്കും. കായക്കൊടിന്റെ പ്രസംഗം. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് പറഞ്ഞിട്ടില്ല എന്ന് ഇയാൾ പറയാ, ഉണ്ട് എന്ന് മറ്റേയാളും പറയാ. ഈ സാധനം ഉള്ളത് നുണ പിടിക്കൽ യന്ത്രം എന്നാ ഞാൻ അതിനെ പറയല്. ഈ ജാതി മൗലവിമാരുടെ സർവ്വ നുണയും പിടിച്ചെടുക്കാൻ പറ്റിയ സാധനമാണ്.
ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫറുമാക്കുന്ന പരിപാടി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രത്തോളം അറിയോ. ഇപ്പൊ മുജാഹിദ് പറഞ്ഞ് എവിടേക്ക് എത്തിയെന്ന് കാഫിറാക്കാൻ അമ്പറത്ത് പോകേണ്ടതില്ല, ബദരീങ്ങളെ വിളിക്കേണ്ടതൊന്നുമില്ല. മുജാഹിദ് ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് 99 തവണ പറഞ്ഞാൽ ആള് കാഫിറാകുന്ന നിങ്ങൾ കേട്ടുക്കണോ പുതിയൊരു കാഫിർ? ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയുന്ന മുജാഹിദുകളാ. കേട്ടോളൂ, ഞാൻ പറയണ്ട, ബാലുശ്ശേരി പറയട്ടെ. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇസ്ലാമെന്ന് പുറത്തുപോയി. എന്തേ ചെയ്ത തെറ്റ്? ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ് 99 തവണ പറഞ്ഞുപോയി. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്. ഇതേത് ഖുർആനിലുള്ളതാ? ഏത് ഹദീസിലുള്ളതാ? ഇവിടെ ചിന്തിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ എന്റെ ഈ സംസാരം കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം. മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുക, എന്നിട്ട് പറയുന്നതോ ഞങ്ങൾ ആരെയും കാഫിറാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെയ്തതെന്താ? മുജാഹിദിന്റെ ആളുകൾ പറയും ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പറയട്ടെ. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ അയാൾ തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ? ഒരു സ്ഥലം അയാളെ പ്രസംഗത്തിന്റെ CD എന്റെ കയ്യിലുണ്ട്. അതിൽ അയാൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണ്? കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഷെഡ് ധരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അടിവസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളെ മാറ്റമാകുന്നു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾക്കും എതിർപ്പില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എത്തിയപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഷെഡ് ധരിക്കാൻ നിർബന്ധിതരായെങ്കിൽ അത് നിങ്ങളെ നേട്ടമായിക്കോട്ടെ, ഞങ്ങൾക്കൊരു പരാതിയില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടം അതല്ല. വേറൊരു മൗലവിയുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി. മൂപ്പര് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലകളില്ല, എല്ലാ മേഖലകളിലും ഞങ്ങൾ കൈവച്ചിട്ടുണ്ട് എന്നാ. എവിടൊക്കെ കൈവച്ചത്? അയാളെ നാവോട് തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. കേട്ടോളൂ, ശരിക്ക് കേൾക്കി. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കൈവച്ച സ്ഥലം ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഇതാണ്. അങ്ങനെയാണ് തൊടുപുഴയിൽ നിന്ന് കൈവച്ച വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ സഹോദരന്മാരെ? നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്നു എന്ന് മാത്രമല്ല, അത് നിഷേധിക്കുകയാണ് അവർ ചോദ്യം ചെയ്യുമ്പോ. ഇത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ കാഫിറും മുശ്രിക്കും ആക്കിയിട്ട് മുജാഹിദ് പറയുന്നത് എന്താ? മുജാഹിദ് ബാലുശ്ശേരി പറയാ, യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന്റെ ശരിയായ ആദർശം ഉൾക്കൊള്ളുന്നവർ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ഉൾക്കൊള്ളുന്നവർ മുജാഹിദുകൾ മാത്രമാകുന്നു. അല്ലാത്തവർക്കൊക്കെ വികലാംഗതയുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ, കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അതാണ് സഹാബികൾ മനസ്സിലാക്കി. സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പക്ഷവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. എന്നെ വിളിക്കാൻ നല്ലത് ഇപ്പൊ അതാണ്, മുഴുപ്രാന്തെന്നാണ്. കാരണം അത് ഞാൻ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് വിളിച്ചാലും ശരി, പറയട്ടെ. വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്തല്ലാന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗത ഉണ്ട്. ശരിയായ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കിയവർ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാകുന്നു, അല്ലാത്തവർക്കൊക്കെ വികലാംഗതയുണ്ട്. ശരി, മുജാഹിദ് പ്രസ്ഥാനം ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്, തൗഹീദ് മനസ്സിലാക്കിയത്, അതാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മതം മാറിയ ഒരു മൗലവിണ്ട്, സലീം ഹമദാനി എന്ന് പറയുന്ന ഒരു മൗലവി. തൊപ്പി വെച്ചുകൊണ്ട് അയാൾ മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സുന്നികളെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അയാള് പ്രസംഗിക്കാറുണ്ട്. ആ സലീം ഹമദാനി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയുന്നത് മക്കയിലെ സർവ്വ കാഫിറുകൾക്കും, മക്ക മുശ്രിക്കുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് തൗഹീദ്?
ഞങ്ങളാണ് ശരിയായ രൂപത്തിൽ ഇസ്ലാം പഠിച്ചവർ എന്ന ഓല് പഠിക്കണ കോലാണത്. വെച്ചുകൊടുക്ക്, ഓല് പറയട്ടെ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു. മുജാഹിദിന്റെ തൗഹീദാണിത്. ഞങ്ങൾ മാത്രമേ ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ ദീനിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന കൂട്ടർ ദീനിനെ പഠിച്ച കോലമാണിത്. അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്താ? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അവരോട് ഉരുവിട്ട് കഴിഞ്ഞാൽ, പറയപ്പെട്ട് കഴിഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർ കിബിർ നടിച്ച് അഹന്ത നടിച്ച് തിരിഞ്ഞു കളയുന്നതാണ്. വയഖൂലൂന, അവർ പറയും ഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഞങ്ങളുടെ ബഹുദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ മുഹമ്മദ് പറയുന്നത്? അവന്റെ ഭ്രാന്തനാകുന്നു, അവൻ കവിയാകുന്നു. അവന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ബഹുദൈവങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നതോ അല്ലല്ല, അവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയാണിത്. ഇനി നിങ്ങൾ കേട്ടോളൂ, അത് മക്കയിലെ മുശ്രിക്കുകളല്ലേ. എന്നാ കേരളത്തിലെ ആളുകളെ പറ്റി, കാഫിറുകളെയും മുസ്ലിമീങ്ങളെയും കുറിച്ച് മുജാഹിദ് നേതാവ് പറയുന്നത് കേട്ടോളൂ. ബാലുശ്ശേരി പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള രാമേട്ടനും ബാലേട്ടനും ജോസഫും നമുക്കറിയാം, നമ്മുടെ അമുസ്ലിം സഹോദരന്മാരാണ്. നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നു. നമ്മുടെ നാടുകളിലൊക്കെ അല്ലാഹു ആ ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും അവരോട് അങ്ങനെ കഴിയുന്നു. മുജാഹിദ് പറയുന്നതോ നിങ്ങൾ ഈ കരുതിയതുപോലെയല്ല. ബാലനും രാമനും ഒന്നും അവർ അമുസ്ലിങ്ങളല്ല, കാഫറുകളല്ല, അവരൊക്കെ മുസ്ലിങ്ങളാകുന്നു. നിങ്ങൾക്ക് ഇത് അത്ഭുതമായി തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നില്ല, മുജാഹിദ് പറയുന്നു. യഥാർത്ഥ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കിയവർ ഞങ്ങളാണ്, അല്ലാത്തവർക്കൊക്കെ വികലാംഗത ഉണ്ട് എന്നാ മുജാഹിദ് നേതാവ് പറഞ്ഞത്. എന്നാ ഓല യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ രൂപമാണ് ഞാൻ കാണിക്കുന്നത്. വെച്ചുകൊടുക്ക്, ബാലുശ്ശേരി പറയട്ടെ. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്നിരിക്കും. നമ്മൾ മീമോ കാഫോ, സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം, അത്രേ അത് കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ലാന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ലാന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ഇതിലൊരു തകരാറുമില്ല, യാഥാർത്ഥ്യമാണ് എന്നാ പറഞ്ഞത്. ഇവിടത്തെ ബാലേട്ടനും രാമേട്ടനൊന്നും എന്തല്ല, കാഫിറാവൂല, അവരൊക്കെ മുസ്ലിങ്ങളാകുന്നു. എങ്ങനെയുണ്ട്? ഇതാ മുജാഹിദിന്റെ തൗഹീദ്. ഈ ശബ്ദം ശ്രവിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, പഠിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ നാട്ടിലെ ബാലനും രാമനും വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശ്വസിച്ചിട്ടില്ലാത്ത അമുസ്ലിമീങ്ങളാണെന്ന് അവർക്കറിയാം, നമുക്കുമറിയാം. പക്ഷെ കേരളത്തിലെ മുജാഹിദ് നേതാക്കൾ പറയുന്നത് അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അവർ കാഫിറുകളല്ല, അവർ മുസ്ലിമാകുന്നു. എന്നിട്ട് ഇവരുടെ അവകാശവാദം എന്താണ്? ദീനിനെ ശരിയായ രൂപത്തിൽ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളവർ ഞങ്ങൾ മാത്രമാകുന്നു, അല്ലാത്തവർക്കൊക്കെ വികലാംഗതയുണ്ട്.
ആ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കിയതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്ത് ബാലനും രാമനും ഒക്കെ മുസ്ലിമാകുന്നു? ഏത് ഖുർആനിലാണ് ഇത് പറഞ്ഞത്? ഏത് ഹദീസിലാണ് ഇത് പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞില്ല. അയാൾ മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞത് കേട്ടോളൂ. യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു. കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൂടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, ചിലപ്പോ സംശയിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനം ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോയ വല്ല ആളുകളും ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദും വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുജാഹിദിലേക്ക് പോയിക്കോളി, ഞങ്ങൾക്ക് എതിർപ്പില്ല. ജമാഅത്തിലേക്ക് പോയിക്കോളൂ, ഖാദിയാനിലേക്ക് പോയിക്കോളൂ, ചേകന്നൂരിലേക്ക് പോയിക്കോളൂ, ഏതിലും പോകാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ആശയമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അവരുടെ മൗലവിമാരാണ് ഇത് തെറ്റിപ്പെടുത്തുന്നത്. കേട്ടോളൂ, ബാലുശ്ശേരി എന്നെ പറയട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. എങ്ങനെയുണ്ട്? ഒരു ബാലേട്ടൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് ഒരു കല്ലിൽ വെച്ചു കുത്തി, മുറിവായി, വേദനിച്ചു, രക്തം പൊട്ടി. അപ്പൊ അയാൾ വേദനിച്ചപ്പോ അയ്യോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഉദാഹരണം പറയാം. അങ്ങനെ പറഞ്ഞാൽ ആ ബാലേട്ടൻ മുസ്ലിമാണെന്നല്ല, യഥാർത്ഥ മുസ്ലിമാകുന്നു. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ തൗഹീദ്? ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ 1ാം ക്ലാസ് മദ്രസയിൽ പോയിട്ടുണ്ടോ? ബാക്കി അവിടെ നിൽക്കട്ടെ. 1ാം ക്ലാസ് മദ്രസയിൽ പോയ വിവരമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ ഇവർ ഈ പടുവിഡ്ഢിത്തം, ഈ ജഹാലത്ത്, വിവരദോഷം സഹോദരന്മാരെ ജനങ്ങളെ മുമ്പിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയൂ. എന്നിട്ട് ആ കാസറ്റ് മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച് പബ്ലിഷ് ചെയ്ത് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെ തൗഹീദ് ഏത് അടുപ്പുന്നുവെന്ന തൗഹീദാണ്? നിങ്ങൾ ചിന്തിക്കുക. ഏതാണ് ഇവരുടെ തൗഹീദ്? നമുക്ക് തിരിയുന്നില്ല. സ്ഥാനം മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു എന്ന് മാത്രമല്ല, ആ മുസ്ലിമീങ്ങളെ മുസ്ലിങ്ങളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് ഇവർ പറയുന്നതോ ഞങ്ങൾ ഒരാളെയും കാഫിറാക്കുന്നില്ല, ഞങ്ങൾ വളരെ ശുദ്ധന്മാരാകുന്നു. കേട്ടോളൂ, മുജാഹിദ് നേതാവ് ബാലുശ്ശേരി എന്ന് പറയുന്നു, നിങ്ങൾ നിരീശ്വരവാദിയായിക്കൊള്ളൂ, കുഴപ്പമില്ല, പക്ഷെ സുന്നിയാവരുത്. നിരീശ്വരവാദി എന്ന് പറഞ്ഞ എന്താ? അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ആ പ്രസ്ഥാനത്തിന്റെ വാഹകർ. അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ സുന്നിയാകരുത്. അയാൾ പറയുന്നത് കേട്ടോളൂ. അള്ളാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എന്താ അറിയോ? ഇതൊക്കെ പൊതിഞ്ഞ് അങ്ങോട്ട് അമേരിക്കക്ക് അയക്കണ്ട. ആ ജാതി തലയാണ് ഇതൊക്കെ. ഇതൊന്നും ഇവിടെ എടുത്തു വെക്കേണ്ടതല്ല. ഇതിനൊന്നും വെളിച്ചം തട്ടാതെ സൂക്ഷിക്കണം. ആ ജാതി സാധന ഇതിന്റെ ഒക്കെ ഉള്ളിൽ സഹോദരന്മാരെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് കളിമണ്ണ് മാത്രമല്ല കുപ്പിച്ചില്ലുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ആ ജാതി തലയാണ്. നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ നിരീശ്വരവാദി ആയാലും സുന്നിയാവരുത്. ഏതാണ് മതം ഞങ്ങൾക്കറിയുന്നില്ല. എന്നാ സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്ത് അറിയണോ? ഇതേ നാക്ക് കൊണ്ട് അള്ളാഹു തആല അയാളെ കൊണ്ട് പറയിപ്പിച്ചു. എന്ത് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിയായിരുന്നു. അങ്ങനെ പറയുമ്പോഴല്ലേ വഹാബിസം വൈരുദ്ധ്യത്തിന്റെ കലവറയാവുള്ളൂ. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. വെച്ചുകൊടുക്കും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായത്. മൗലവി, നിങ്ങൾക്ക് ചിന്തിക്കണം, ഈ ജാതി ഇതാണ് ഇവരുടെ അവസ്ഥ. പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ തന്നെ പറയാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കും. അത് അവരുടെ പ്രത്യേകത. നോക്കിങ്ങൾ, ഇതൊക്കെ ഇയാൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്നത് എന്തുകൊണ്ടാ? അത് അയാൾ തന്നെ പറയുന്നുണ്ട്. എന്ത്? ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കാര്യാക്കണ്ട. ഞാനൊരു നാടൻ മനുഷ്യനാണ്. ഞാൻ ദർസിൽ പഠിച്ചിട്ടില്ല, പണ്ഡിതനല്ല. ഞാൻ ഈ
കല്ലുവെട്ട് കോറിയിൽ പണിയെടുക്കുന്ന ആളാണ്. അവിടുന്ന് പാടത്ത് പണിയെടുത്തിരുന്ന, അതുപോലെ കല്ല് കോറിയിൽ പണിയെടുത്തിരുന്ന ആളാണ്. അവിടുന്ന് വന്നതാണ് ഞാൻ. മൂപ്പരെന്നെ പറയുന്നത്. നോക്കുങ്ങൾ കേട്ടോളൂ. അയാൾ പറയുന്നു ഞാനൊരു നാടൻ മനുഷ്യനാണെന്ന്. അയാളെന്നെ പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഭാഷ പഠിപ്പിച്ചല്ലോ, എനിക്ക് സന്തോഷമല്ലോ. കാരണം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദ്യമോ ജമിയത്തുകളുടെ സെക്രട്ടറി അല്ല. നിങ്ങൾ മനസ്സിലാക്കില്ല, ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. അപ്പൊ അതാണ് പാടത്ത് പണിയെടുക്കുന്ന കരിങ്കല്ല് കോരിയിരുന്ന നാടൻ മനുഷ്യനാണ് ഇയാൾ. അവിടുന്ന് ഇങ്ങോട്ട് തലമന്ന് പൊടിയും തട്ടിയിട്ട് വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് സർവ്വ ആളുകളും മുശ്രിക്ക് കാഫിർ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പാടത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുള്ള വല്ല കോഴ്സും അവിടെ കരിങ്കല്ല് കോറിയിൽ കൊടുക്കുന്നുണ്ടോ? പാടത്ത് കൊടുക്കുന്നുണ്ടോ? എന്താണ് ഈ വിഡിത്ത ഇയാൾ പറയുന്നത്? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ മൗലവിമാരുടെ അവസ്ഥ. ഒരു വിവരമില്ല, നാടൻ മനുഷ്യനാണ്. എന്നാ ഞങ്ങളൊന്നും അങ്ങനല്ല. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ 5 കൊല്ലം 10 കൊല്ലം കിതാബ് ഓതിയിട്ടാണ് ഞങ്ങൾ ഈ വേഷത്തിനും ഈ വിഷയത്തിലും നടക്കുന്നത്. അറിയോ നിങ്ങൾ? ഇയാൾ നേരെ പാടത്തേക്കാ പോയത്, കരിങ്കല്ല് കോറിയേക്ക് കരിങ്കല്ല് ഏറ്റാനാ പോണത്. ഇതാ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് ഇയാൾ മാത്രല്ല, ഇയാൾ തന്നെ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഈ എം അക്ബർ മൗലവി ഉണ്ട്, വലിയ നേതാവാണെന്നാണ് മുജാഹിദ് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ സംവാദം ചെയ്യാൻ പോകുന്ന മൗലവിയാണ്. ആ മൗലവിയെ കുറിച്ച് അതേ ഗ്രൂപ്പിൽപ്പെട്ട സക്കരിയ സലാഹി പറയുന്നത് എന്താണ്? ഈ പുസ്തകം ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും സക്കരിയ സലാഹി എഴുതിയ പുസ്തകം, ഇതിന്റെ 115-ാമത്തെ പേജിൽ കാണാം. എന്താണ്? അക്ബർ മൗലവിക്ക്, എം അക്ബറിന് തൗഹീദ് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ, വിശ്വാസ സംബന്ധമായ അഖീദ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് വേണ്ടത്ര പാണ്ഡിത്യം ഇല്ലാന്ന് ആരാ പറയണത്? അതേ ഗ്രൂപ്പിൽപ്പെട്ട കെ സക്കരിയ സലാഹി. അപ്പൊ അയാൾ അത്ര വിവരമുള്ള ആളൊന്നുമല്ല. എല്ലാരെയും അവസ്ഥ അങ്ങനെ. ഇനി അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിങ്ങൾക്കറിയോ? ആരാ? AP അബ്ദുൽ ഖാദർ മൗലവിയ. അയാളെ കുറിച്ച് ഈ പറഞ്ഞ ബാലുശ്ശേരി എന്നെ പറയുന്നത് കേട്ടോളൂ. എന്താ? ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവി ഒരു നാടൻ മനുഷ്യനാണ്. എങ്ങനെയുണ്ട്? ഒരു നാടൻ, മൂപ്പറും നാടൻ മനുഷ്യനാ. ബാലുശ്ശേരി ഓനും നാടൻ മനുഷ്യനാ. അക്ബറോ അയാൾക്കാണ് ഈ വിവരമില്ല. പിന്നെ ആർക്കും ഇതിന് വിവരമുള്ളത്? ഈ ജാതി വിഡിത്തം വിളമ്പാതിരിക്കുവോ? കേട്ടോളൂ അയാളെ കുറിച്ച്, AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ബാലുശ്ശേരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. അല്ലേ? നാടൻ മനുഷ്യന്റെ അനുയായികളാണ് അവരൊക്കെ. എന്നാ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ലോകത്തിന്റെ നേതാവ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാടൻ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നല്ല കറുത്ത മനുഷ്യനല്ല, നല്ല ചുവന്ന തുടുത്ത വെളുത്ത സുന്ദരനായ മനുഷ്യനാണ്. അഷ്റഫുൽ ഖൽഖാണ്. ജുബ്ബക്കുപ്പായം ഉള്ളവരാണ് റസൂലുള്ളാഹി തങ്ങൾ. നല്ല സുന്ദരമായ ജുബ്ബ ധരിച്ചിരുന്നു. സ്വഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ കാണാം. വരുന്ന സന്ദർഭത്തിൽ തക്ബീറില്ലാതെ നിങ്ങളെ നേതാവിന്റെ പോരിശ. ഞങ്ങളെ നേതാവ് അങ്ങനെയല്ല. മദീനയിൽ എത്തിയപ്പോ സ്വഹീഹ് ബുഖാരി എടുത്തോളൂ, ഇമാം ബൈഹഖി ഉദ്ധരിക്കട്ടെ, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തുന്നു. മദീനക്കാരായ മുഴുവൻ സഹാബികളും ആർത്തു വിളിച്ചു, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്. മുഹമ്മദ് നബി ഞങ്ങളെ മദീനയിൽ എത്തിയിരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ വിളിച്ചവരാണ് ഞങ്ങളെ നേതാവ്. സഹോദരന്മാരെ, അതുപോലെ കോടിക്കണക്കുറുപ്പിന്റെ കാറില്ല എന്നാ പറഞ്ഞത്. ഞങ്ങളെ നേതാവ് ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ആ വാഹനമുണ്ടല്ലോ, തങ്ങൾ ഉപയോഗിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനം, കോടികളല്ല എത്രയോ കോടിക്കോടി ഉറുപ്പിക കൊടുത്താലും ചെലവഴിച്ചാലും കിട്ടാത്ത അമൂല്യമായ വാഹനത്തിന്റെ ഉടമയാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ആ റസൂലിന്റെ അനുയായികളാ ഞങ്ങള്. അതാ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മുജാഹിദുകൾ തന്നെ പറയുന്നത് ഞങ്ങളെ നേതാവ്, ഞാൻ നാടൻ മനുഷ്യൻ, ഞങ്ങളെ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവിയും നാടൻ മനുഷ്യൻ. ഇതാണ് ഇവര് ഈ പറയുന്നതൊന്ന് വേറെ ആകെ വൈരുദ്ധ്യം പറയും.
ഒരന്തമില്ലാത്ത വർത്താനാണ് ഇവർ പറയുക. അതാ ഞാൻ പറയുന്നത്, ഇവർ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്ക് ഞാൻ തമാശക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. മുജാഹിദിന്റെ വലിയൊരു നേതാവുണ്ട്, KV അബ്ദുൽ ലത്തീഫ് മൗലവി, മുജാഹിദ് ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടർ. അയാള് തലപ്പാവിനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് ഈ തലീക്കെട്ടുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാ മൂപ്പര് പറയുന്നത്, അത് പാറി പോകാതിരിക്കാൻ കെട്ടിയതാണ്. ഞാൻ അയാളെ പ്രസംഗം കേൾപ്പിക്കുന്നു, നിങ്ങൾ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിക്കണം. കുറെ തലപ്പാവുധാരികൾ അവിടെ പ്രത്യക്ഷപ്പെടും, അത് മുഴുവനും മുജാഹിദ് മൗലവിമാരും നേതാക്കളുമാണ്. ഇയാൾ പറയുകയാണെങ്കിൽ തലപ്പാവിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുമാണ്. രണ്ടും നിങ്ങൾ കാണാം, കേട്ടോളൂ. അയാൾ പറയട്ടെ. ആ തലേക്കെട്ടുണ്ടല്ലോ മനസ്സില്ല, സാധനം പാറിപ്പോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ മുജാഹിദ് നേതാവാണ് ഇബ്നു തൈമിയ, അതുപോലെ അഫ്ഗാനി, ഇങ്ങനെ എല്ലാവരും അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ദൈവോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടി സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ദൈവമൊക്കെ ഉണ്ടല്ലോ. ഇത് കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ KM മൗലവിയാണ്. നോക്കിക്കള്, നമ്മളൊക്കെ 2 മീറ്റർ കൂടെ തലീകെട്ടില്ല, 10 മീറ്റർ കൂടെ അടക്കി കെട്ടിയിട്ടുണ്ട്. നോക്കിക്കള്, പക്ഷെ എന്ത് ചെയ്യാനാ, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാ അയാള് പറഞ്ഞത്. മുജാഹിദ് ഉണ്ടാക്കിയ സ്ഥാപകനാ KM മൗലവി, അയാളെ തലന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഞാൻ പറയല്ല, അയാൾ പറയാണ്. പക്ഷെ പറയട്ടെ, സാധനം പാറിപ്പോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റൊക്കെ ഉണ്ടല്ലോ, മനസ്സില്ല, സാധനം പാറിപ്പോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റൊക്കെ ഉണ്ടല്ലോ, മനസ്സില്ല, സാധനം പാറിപ്പോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ മേശപ്പുറത്ത് സാധനം വെച്ചാൽ മനസ്സില്ല, സാധനം പാറിപ്പോടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. ഉറപ്പന്നെ. ഇത് മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി, റസൂലുള്ളാഹിന്റെ കുബ്ബ പൊളിക്കണം എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളെ ഒപ്പും തലീകെട്ട് ഏതാണില്ല, തൊപ്പിയുള്ളത്. പക്ഷെ എന്തുണ്ടായിട്ടെന്താ, തലന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറയല്ല, നേതാവ് പറയാണ്. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ഞങ്ങൾക്ക് നേരത്തെ അറിയാം, ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ഹുസൈൻ സലഫി ഷാർജയിൽ നിന്ന് കെട്ടിത്തിരിഞ്ഞ ആളാണ് മുപ്പര്. അതിന്റെ തലേ ഓയൽമുണ്ടുണ്ട്, കെട്ടി താഴ്ത്തി കിട്ടൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, തലന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ഉറപ്പല്ലേ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, സംസ്ഥാന സെക്രട്ടറിയാണ്, മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. വിദേശത്തെത്തുമ്പോ തല മുണ്ടൊക്കെ ഇട്ടിട്ടുള്ള മുണ്ടൊക്കെ വെച്ചിട്ടുള്ള. പക്ഷെ എന്ത് ചെയ്യാനാ, തലന്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത സെക്രട്ടറിയാണ്. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. അതെ അതെ അതെ. ഇതുണ്ടോ, ഇത് മുജാഹിദിന്റെ ചങ്ങരകുളം സമ്മേളനത്തിൽ ഖുതുബ ഓതിയ മോങ്ങം എന്ന് പറയുന്ന അബ്ദുൽസലാം മൗലവിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, തലന്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ ഖുതുബ എങ്ങനെ ശരിയാകാം? അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. അത് മുജാഹിദ് ബാലുശ്ശേരി, പിന്നെ ഒന്നുമില്ല, പാടത്തൊന്നും എഴുന്നേറ്റ് വരില്ലേ, നമുക്കൊക്കെ അറിയണ കേസ് തന്നെ. പറയട്ടെ, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട്